സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് വനിതകൾ മതബോധം നഷ്ടപ്പെട്ട് ഭൗതിക താല്പര്യങ്ങളുടെ പിന്നാലെ പോയി ഭൗതിക ഡിഗ്രിയും ഭൗതിക ജോലിയും ഭൗതികമായ സ്ഥാനമാനങ്ങളും കരസ്ഥമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. മതബോധമില്ല, മതപരമായിട്ടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുരുഷന്മാർ വെള്ളിയാഴ്ചയെങ്കിലും പള്ളിയിൽ പോയി മതസംബന്ധമായ കാര്യങ്ങൾ കേൾക്കും. എന്നാൽ സ്ത്രീകൾക്ക് മതപരമായ അറിവ് ലഭിക്കുവാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഒട്ടും തന്നെ ഇല്ല. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, മദ്രസ പഠനത്തിന് ശേഷം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇവർ കെട്ടഴിച്ചു വിട്ട പട്ടം പോലെ പറന്നു നടക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വസ്തഅ്സു ബിന്നിസായി ഖൈറ, സ്ത്രീകൾക്ക് എപ്പോഴും ഉപദേശം നൽകിക്കൊണ്ടേയിരിക്കുക. കാരണം ഖുലുഖുഹുന്ന മിൻ ദിലഇൻ, സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വളഞ്ഞ വാരിയലിൽ നിന്നാണ്. വളഞ്ഞ സ്വഭാവം വളരെ കൂടുതൽ അവർക്കുണ്ടാകും. ഇന്ന് ആധുനിക സമ്പ്രദായത്തിൽ ജീവിക്കുമ്പോൾ കുടുംബജീവിതവും വൈവാഹിക ജീവിതവും പെൺകുട്ടികൾ വെറുക്കുന്നത് പോലെയാണ് കാണുന്നത്. പുരുഷന്മാർ വിവാഹാലോചനയുമായി എത്തുമ്പോൾ സ്ത്രീകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അതിനെ തടസ്സം ചെയ്യുന്നു. അതിന് പല കാരണങ്ങൾ പറഞ്ഞ് തടസ്സം ചെയ്യുന്നുണ്ട്. കാരണം ഇവർ ഭൗതികമായ കാര്യലാഭത്തിൻ്റെ പിന്നാലെ ചുറ്റിത്തിരിയുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മതബോധം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു കാല് പുറത്തും ഒരു കാല് അകത്തുമാണ് മിക്ക സ്ത്രീകളും കുട്ടികളും ഇന്ന് അനുവർത്തിച്ചു പോരുന്നത്. അത് ഏത് സമയത്തും ഒളിച്ചു പോകാം, ആരുടെ കൂടെയും ഒളിച്ചു പോകാം, അല്ലെങ്കിൽ ഏത് സമയത്തും ലൈംഗികമായി തെറ്റ് സംഭവിക്കുന്ന രീതിയിൽ ജീവിക്കുന്നു. അങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഇന്ന് കുടുംബജീവിതവും ഭദ്രതയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖേദകരമായ അവസ്ഥയിലേക്ക് നാം അധപ്പതിച്ചിരിക്കുന്നു. മുസ്ലിം സമുദായത്തിന്, മഹല്ലുകൾക്ക്, മുസ്ലിം സംഘടനകൾക്ക്, അതുപോലെ തന്നെ മുസ്ലിം മതപണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ വളരെ ഉത്തരവാദിത്ത ബോധമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും.